ബാങ്കുകളുടെ പകൽ കൊള്ളയ്ക്കെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ബാങ്കുകൾ ഇടപാടുകാരിൽ നിന്നും കവർന്നെടുക്കുന്ന വിവിധ ചാർജുകളുടെ വ്യാപ്തി വലുതാണെന്നും ഈ കൊള്ള അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മുടെ പുതിയ റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപന പ്രകാരം മിനിമം ചാർജസ് ഇല്ലാത്തതിന്, മിനിമം ബാലൻസ് വെക്കാത്തതിന് ചാർജുകൾ ഈടാക്കേണ്ടതില്ല എന്നുള്ള ഒരു ആഹ്വാനം വന്നിട്ടുണ്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി അത് ഒരിക്കലും നമ്മുടെ പ്രൈവറ്റ് ബാങ്കിന് സ്വീകാര്യമാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. സ്വാഭാവികമായ എല്ലാ കാര്യത്തിലും റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണ് എല്ലാ ബാങ്കുകളും, പ്രൈവറ്റ് ബാങ്കുകളും അടക്കം അവരുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പ്രൈവറ്റ് ബാങ്കിന് ഒരു സിസ്റ്റവും നാഷണലൈസ്ഡ് ബാങ്കിനും വേറൊരു സിസ്റ്റവും ആ ഒരു രീതിയാണ് കാലങ്ങളായിട്ട് അവലംബിച്ചു വരുന്നത്. ഇടപാടുകാരായ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്കുകൾ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്ക് കൗണ്ടിംഗ് ചാർജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്, ഫോളിയോ ചാർജസ്, സർവീസ് ചാർജസ്, SMS ചാർജസ് എന്നീ ഓമന പേരുകൾ നൽകിയാണ് പണം ചോർത്തിയെടുക്കുന്നതെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. മിനിമം ബാലൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യം മുതലാക്കി വീണ്ടും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകൾ മുഖാന്തരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിനും ബാങ്കുകൾക്ക് മാർഗനിർദ്ദേശവും ആവശ്യമായ നിയന്ത്രണവും ഏർപ്പെടുത്തി മോണിറ്റർ ചെയ്യേണ്ട റിസർവ് ബാങ്കിനും ഇക്കാര്യത്തിൽ തിരിച്ചറിവുണ്ടാകാനും ഫലപ്രദവും കാര്യക്ഷമവുമായ നടപടികൾ സ്വീകരിച്ച് ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സെപ്റ്റംബർ 16-ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് TPA ഷെഫീഖ്, സെക്രട്ടറി അലി ഐന, വൈസ് പ്രസിഡന്റ് കോയട്ടി മാളിയേക്കൽ, അബ്ദുൾ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി സഫുള്ള ഖാൻ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഗരവീഥികളെ കൃഷ്ണഗാഥകളിൽ അലിയിച്ച് ഉണ്ണിക്കണ്ണന്മാരും ഗോപി